ഓഫീസ് ഗുരുകുലം എക്സൽ ഫോർ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സൽ ഫോർ ബിഗിനേഴ്സ് വീഡിയോയും എക്സൽ ഫോർ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിൻ്റെ പാർട്ട് 1 വീഡിയോയും കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങളതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അത് പഠിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെ മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം നമ്മളിതുപോലെ കുറേ ഷീറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓരോ ഷീറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് കൺട്രോൾ കീയും പേജ് അപ്പ് പേജ് ഡൗൺ കീയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഷീറ്റ്സ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ 2026 എംപ്ലോയി ലിസ്റ്റിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് കൺട്രോൾ പേജ് അപ്പ് നിൽക്കുകയാണെങ്കിൽ തൊട്ട് മുന്നത്തെ 2025 എംപ്ലോയി ഷീറ്റിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാം. ഒന്നും കൂടി കൺട്രോൾ പേജ് അപ്പ് നിൽക്കുകയാണെങ്കിൽ 2024 എംപ്ലോയി ലിസ്റ്റിലേക്ക് വന്നു. അപ്പം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ പേജ് ഡൗൺ നിൽക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ഷീറ്റായിട്ട് മാറുന്നതായിട്ട് കാണാം. അതുപോലെ കൺട്രോൾ പേജ് അപ്പ് അമർത്തിയാൽ മുന്നത്തെ ഷീറ്റിലേക്കും പോകുന്നതായിട്ട് കാണാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ്സിൽ എന്തെങ്കിലും ഒരു സെല്ലോ, അതായത് സ്പെസിഫൈ ആയിട്ടുള്ള സെല്ല് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ ഇപ്പം എംപ്ലോയി നെയിമാണുള്ളത്. അതുപോലെ നമുക്ക് 2025 എംപ്ലോയി ലിസ്റ്റിൽ ഇവിടെ എംപ്ലോയി നെയിം ഉണ്ടാവും. അങ്ങനെ 2026 അങ്ങനെയൊക്കെ എംപ്ലോയി നെയിം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എംപ്ലോയി നെയിം എന്നുള്ളതിന് പകരം നമുക്ക് ഹെഡിങ് മാറ്റിയിട്ട് നെയിം ഓഫ് എംപ്ലോയി എന്നാക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ 2025 2026 എല്ലാത്തിലും എഡിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ B1 എന്ന സെല്ലിലാണ്, അത് എല്ലാ ഷീറ്റിലും B1 എന്ന സെല്ലിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന കേസിലാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ട ഷീറ്റുകൾ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഷീറ്റ് വരെ വേണോ ആ ഷീറ്റ് വരെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഷീറ്റ് 5 വരെ വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് 5 വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എംപ്ലോയി നെയിം എന്നുള്ളിടത്ത് ഞാനിവിടെ നെയിം ഓഫ് എംപ്ലോയി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ നമുക്കത് മാറ്റം വന്നു. ഇനി 2025 എംപ്ലോയി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് വന്നു, 2026 വന്നു, ഷീറ്റ് 4 വന്നു, ഷീറ്റ് 5 വന്നു. എന്നാൽ ഷീറ്റ് 6 വന്നിട്ടില്ല, കാരണം നമ്മൾ ഷീറ്റ് 6 സെലക്ട് ചെയ്തിട്ടില്ല. ഞാനത് അൺഡു ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഓരോ ഷീറ്റിലും ചേഞ്ച് ചെയ്യേണ്ടതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് ഇതുപോലെ എല്ലാ ഷീറ്റും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ സെല്ലിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ ഷീറ്റിലും ആ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ നമ്മളതിലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുകയാണ്. അതിന് പകരം നമുക്ക് അതുപോലെ കോളംസ് ആഡ് ചെയ്യാനോ റോസ് ആഡ് ചെയ്യാനോ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെയാണ് കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഷീറ്റിലും അതുപോലെ കോളം വരും. ഇതിൽ നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്. ഷിഫ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് എൻ്റെ എവിടെയാണോ ഉള്ളത് അതുവരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള മൊത്തം ഷീറ്റും സെലക്ട് ആവുകയാണ്. ഇനി നമുക്ക് ഇവിടെ 2024-25 മാത്രം എഡിറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യം ഈ ഒരു എംപ്ലോയി ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു. പിന്നെ വേണ്ടത് ഇപ്പോൾ 2026 വേണ്ടതെന്നുണ്ടെങ്കിൽ 2025 ഒഴിവാക്കിയിട്ട് 2026 വേണമെന്നുണ്ടെങ്കിൽ കൺട്രോളാണ് പ്രസ് ചെയ്യേണ്ടത്, ഷിഫ്റ്റിന് പകരം. അത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ 2 ഷീറ്റ് മാത്രമേ ഇപ്പം സെലക്ഷനിൽ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ ഹവേഴ്സ് വർക്കഡ് എന്നുള്ളത് ഹവേഴ്സ് മാത്രമാക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ 2025 എംപ്ലോയി ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. എന്നാൽ 2026 ഇവിടെ ഹവേഴ്സ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും ഓരോ വേണ്ട ഷീറ്റ് മാത്രം. മൊത്തമായിട്ടൊരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഷീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ കൺട്രോളാണ് പ്രസ് ചെയ്യേണ്ടത്. ഞാൻ അൺഡു ചെയ്യാണ്. അടുത്ത് നമുക്കിവിടെ 2024 എംപ്ലോയി ലിസ്റ്റിലെ ഡീറ്റെയിൽസ് 2025 എംപ്ലോയി ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, കൺട്രോൾ ഉപയോഗിച്ച് കോപ്പി ചെയ്തിട്ട് 2025 പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വേണ്ട രീതിയിലുള്ള എഡിറ്റ് നമുക്ക് ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതിന് പകരം നമുക്ക് ഒരേ വർക്ക് ബുക്കിലുള്ള 2 ഷീറ്റ് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം 2 വിൻഡോ ആയിട്ട് ഓപ്പൺ ആക്കിയാലോ, ഒരു എക്സൽ ഫയൽ തന്നെ 2 വിൻഡോ ആയിട്ട് ഓപ്പൺ ആക്കിയാൽ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യാം. അതിലിവിടെ വിൻഡോ ടാബിൽ ന്യൂ വിൻഡോ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ 2 എന്നുള്ള എംപ്ലോയി ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിൻഡോ വന്നായിട്ട് കാണാം. നമ്മുടെ ടാസ്ക് ബാറിൽ 2 എക്സൽ വിൻഡോസ് ഇവിടെ വന്നിട്ടുണ്ടാവും, എംപ്ലോയി ലിസ്റ്റ് 1ഉം 2 എന്ന് പറഞ്ഞിട്ട്.
ഇത് രണ്ടും ഒരേ എക്സൽ ഫയലിനെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആൾട്ട് ടാബ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡാറ്റ 2024 എംപ്ലോയി ലിസ്റ്റിലെ ഡാറ്റ ഞാനിവിടെ ആൾട്ട് ടാബ് അടിച്ചിട്ട് 2025 എംപ്ലോയി ലിസ്റ്റ് അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ രണ്ട് വിൻഡോ വന്നു. പക്ഷേ രണ്ടും ഒരേ ഒരു എക്സൽ ഫയലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൾട്ട് ടാബ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വിൻഡോ ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പുതിയ വേർഷൻ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചൊക്കെയാണ്, അതുകൊണ്ട് കാണാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് നീക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സ്ക്രീന് വരുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഡാറ്റ കിട്ടി. ഞാനിവിടെ 2025 സെലക്ട് ചെയ്തു, ഇവിടെ 2024 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പം ഇതിൽ 6 ആൾക്കാരേ ഉള്ളൂ. ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി, പേരിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു വിൻഡോ എല്ലാ മാറ്റവും വരുത്തിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഇപ്പോൾ ഒരു വിൻഡോ ആയിട്ട് വന്നു എക്സലിൽ, ഈ ഒരു വിൻഡോ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ രണ്ടാമത്തെ വിൻഡോയിൽ എഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നതായിട്ട് കാണാം. കാരണം നമ്മൾ 2 വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഒരു എക്സൽ വർക്ക് ബുക്ക് തന്നെയാണ് ഈ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. നമുക്ക് ആൾട്ട് ടാബ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് വിൻഡോ വെക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അല്ലെങ്കിൽ 2 ഷീറ്റ് ആകുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കേണ്ടി വരും, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഒരേപോലുള്ളത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളൊരു വലിയ എക്സൽ ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂ വിൻഡോ എന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിവിടെ 2024 എംപ്ലോയി ലിസ്റ്റിൽ നിന്ന് 2025 ജസ്റ്റ് കോപ്പി പേസ്റ്റാണ് ചെയ്തത്. അതിന് പകരം നമുക്കെങ്ങനെ എളുപ്പത്തിൽ നമ്മളുടെ ഇതേ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു എക്സൽ ഷീറ്റിലെ ഫോർമാറ്റിൽ ഒരു പുതിയ ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫോർമാറ്റ് നല്ല മൊത്തം ഡാറ്റ അതേപോലെ വരുത്തുന്ന രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ 2025 എംപ്ലോയി ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഇവിടെ 2024 എംപ്ലോയി ലിസ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മൂവ് ഓർ കോപ്പി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ആയി കോപ്പി ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ ആ ഒരു ഷീറ്റ് കോപ്പി ചെയ്ത് വരേണ്ടത്, അപ്പോൾ ഞാനിവിടെ ഷീറ്റ് 4ൻ്റെ മുന്നിലാണ് വരേണ്ടത്. അപ്പോൾ ആ ഷീറ്റ് 4 ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കോപ്പി ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷീറ്റ് 4ൻ്റെ മുന്നിലായിട്ട് 2024 എംപ്ലോയി ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് കാണാം. അതിന് നമ്മളിവിടെ പേര് മാറ്റിയിട്ട് 2025 എംപ്ലോയി ലിസ്റ്റ് എന്നാക്കുകയാണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് 2025 അല്ലെങ്കിൽ 2024 കോപ്പി അടിക്കുക, ക്രിയേറ്റ് കോപ്പി എടുക്കുക, ഷീറ്റ് 4ന് മുന്നിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇനി ഇവിടെ 2026 എംപ്ലോയി ലിസ്റ്റ് എന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇവിടെ ടാബ് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷീറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് ഓർ കോപ്പി ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ക്രിയേറ്റ് കോപ്പി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഷീറ്റ് മറ്റൊരു എക്സൽ വർക്ക് ബുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് മറ്റൊരു എക്സൽ വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, നോർമലി ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് മൊത്തം കൺട്രോൾ നോക്കിയിട്ട് Ctrl+C അടിച്ച് അപ്പുറം പോയിട്ട് പേസ്റ്റ് ചെയ്യുക, ഫോർമാറ്റ് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ ചെയ്യണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് കോപ്പി തന്നെ കൊടുക്കുക. എന്നിട്ട് ടു ബുക്ക് എംപ്ലോയി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സൽ ഷീറ്റ് തന്നെയാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ ബുക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2024 എംപ്ലോയി ലിസ്റ്റ് എന്ന് പറഞ്ഞത് ബുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു എക്സൽ വർക്ക് ബുക്കായിട്ട് വന്നതായിട്ട് കാണാം. ഇനി അതിനെന്ത് ചെയ്യുക, F12 അടിച്ചിട്ട് സേവ് ആസ് അടിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഡാറ്റ 1 for ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് ഫയലായിട്ട് നമുക്ക് സേവ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു വർക്ക് ബുക്കിൽ 2024 എംപ്ലോയി ലിസ്റ്റ് മാത്രമായിട്ട് വന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ 2025 എംപ്ലോയി ലിസ്റ്റും ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ഓർ കോപ്പി ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കോപ്പി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എംപ്ലോയി ലിസ്റ്റിന് പകരം ഡാറ്റ 1 ഇൻ്റർമീഡിയറ്റ് സെലക്ട് ചെയ്യാം. അതിലെവിടെയാണ് വരേണ്ടത്, ഈ ഒരു ഷീറ്റിന് മുന്നേ വേണോ അല്ലെങ്കിൽ മൂവ് ടു എൻഡ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് നെയിം എന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എസ് ഓട് കൊടുത്തിട്ട് നമ്മളത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഡാറ്റ 1 ഇൻ്റർമീഡിയറ്റിൽ 2024 എംപ്ലോയി ലിസ്റ്റും 2025 എംപ്ലോയി ലിസ്റ്റും വന്നു. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഓരോ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് നമുക്ക് മൂവ് ഓർ കോപ്പി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു പുതിയൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള
ഒറിജിനൽ വർക്ക് ബുക്കും ഉണ്ട്, അതുപോലെ ഡാറ്റ 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് ബുക്കും ഉണ്ട്. ഇനി ഞാനിവിടെ ഷീറ്റ് 4 ഒരു ഡാറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അതായത് മന്ത് വൈസ് എംപ്ലോയീസ് പ്രസൻ്റ് ആയ എണ്ണം. അതായത് ജനുവരി മന്തിൽ ഡേറ്റ് 1, അതായത് മന്ത് ബാർ ഡേറ്റ് ആണ്. അതായത് 1-ാം തീയതി, ജനുവരി 1-ാം തീയതി 23 ആൾക്കാർ പ്രസൻ്റ്. അത് ഫെബ്രുവരി 1-ാം തീയതിയാണ് 22 ആൾക്കാർ മൊത്തം പ്രസൻ്റ് ആണ്. മാർച്ച് ആണെങ്കിൽ 24 ആൾക്കാർ. അങ്ങനെ ഓരോ മന്ത് വൈസ് ഓരോ ഡേറ്റിൽ എത്ര ആൾക്കാർ പ്രസൻ്റ് ആയി എന്നുള്ള ഒരു ഡാറ്റ ചുമ്മാ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡാറ്റ 1 എന്നുള്ള ഷീറ്റിൽ നമുക്കൊരു പുതിയൊരു ഡാറ്റ ഇവിടെ ആഡ് ചെയ്യണം. അതായത് മന്ത് വൈസ് ടോട്ടൽ പ്രസൻറ്റിൻ്റെ എണ്ണം എത്ര എന്നുള്ള ഒരു ഡാറ്റ വേണമെന്ന് കരുതാം. അതായത് നമുക്കിവിടെ ഈ ഒരു ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്രസൻറ്റ് എന്ന് കൊടുക്കാം. അതായത് ഓരോ ദിവസം ഇപ്പോൾ ഫസ്റ്റ് ദിവസം 5 ആൾക്കാർ, നെക്സ്റ്റ് ഡേ 5 ആൾക്കാരാണ്. ടോട്ടൽ പ്രസൻറ്റ് എന്നുള്ളത് ഒരു മന്തിൽ 10 എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പോൾ 5ഉം ഫസ്റ്റ് ദിവസം 5 ആൾക്കാർ പ്രസൻറ്റ്, സെക്കൻഡ് ഡേ 4 ആൾക്കാർ പ്രസൻറ്റ് ആണ്, ടോട്ടൽ 9 എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് എന്നുള്ള രീതിയിൽ. ജസ്റ്റ് ഒരു ഡാറ്റ നിങ്ങൾക്ക് ഒരു ഷീറ്റും, അതായത് 2 ഷീറ്റുകൾ തമ്മിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ജനുവരി മാസം മൊത്തം എത്ര ആൾക്കാർ പ്രസൻ്റ് ആണ് എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോളത്തിലുള്ള ഡാറ്റ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ സമ്മ് കൊണ്ടുവരണം. എന്നിട്ട് ആ ഡാറ്റ ഇവിടേക്ക് അടിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫോർമുല ഈ ഒരു ഷീറ്റിൽ മറ്റേ ഷീറ്റ് ഉപയോഗിച്ച് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ = സം ഓഫ്, ഇത് 2 ഷീറ്റിലാണ്, 2 ഷീറ്റല്ല 2 എക്സൽ വർക്ക് ബുക്കിലാണ്, അതിൽ 2 സെപ്പറേറ്റ് ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ = സം ഓഫ് എന്നുള്ളത് നമ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സൽ വർക്ക് ബുക്കിലല്ല ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, താഴെ ടാസ്ക് ബാറിൽ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ടാസ്ക് ബാറിൽ ഏത് ഷീറ്റിലേക്കാണ് പോകേണ്ടത് ആ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഡാറ്റയാണോ വേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്കിവിടെ ഇത് മുതൽ ലാസ്റ്റ് വരെ വേണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ആരോയ്ക്ക് നിൽക്കിയാൽ മതി. അപ്പോൾ എൻഡ് വരെ നമുക്കിവിടെ സെലക്ഷൻ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഡാറ്റ 1 എന്ന ഷീറ്റിലാണ്. പക്ഷേ ഇവിടെ ഞാൻ സെലക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ ഒരു അപ്പോസ്ട്രോഫി വന്നിട്ട് ഈ എംപ്ലോയി ലിസ്റ്റ് .xlsx എന്നുള്ള ഈ ഒരു എക്സൽ വർക്ക് ബുക്കിൽ നിന്നാണ് ഡാറ്റ നമ്മൾ എടുക്കുന്നത്. അതിൽ ഷീറ്റ് 4 ഈ ഒരു റേഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജനുവരി മന്ത് ടോട്ടൽ പ്രസൻ്റ് ഉള്ളത് 707 ആണെന്ന് കണ്ടു. എന്നിട്ട് നമുക്കിവിടെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലെ ഡാറ്റ വരും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ റിലേറ്റീവ് റെഫറൻസ് അല്ല കൊടുത്ത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ്, കാരണം ഡോളർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡോളർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ച് സെലക്ട് ആവും. ഇപ്പോൾ ഇവിടെ ഞാനെല്ലാം ഡോളർ സിമ്പിൾ ഒഴിവാക്കി. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫെബ്രുവരിത്തെ ഡാറ്റയും അതുപോലെ മാർച്ചിലെ ഡാറ്റയും വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 എക്സൽ വർക്ക് ബുക്ക് തമ്മിൽ ലിങ്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡാറ്റ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 എക്സൽ ഫയലും എപ്പോഴൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കോംപ്ലക്സ് ഡാറ്റ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പഴയ ഒരു ഡാറ്റ തന്നെ അവിടെ അപ്ഡേറ്റ് ആവാതെ റിഫ്രഷ് ആവാതെ കിടക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ബുക്ക് ആയിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഞാൻ ഈ ഒരു എക്സൽ ഫയൽ ക്ലോസ് ചെയ്യാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ 2024, 25, 2026 ഉണ്ട്. അപ്പോൾ ഇതിനൊരു സമ്മറി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഷീറ്റ് 5 എഡിറ്റ് ചെയ്തിട്ട് സമ്മറി എന്നാക്കുകയാണ്. എന്നിട്ട് ഇവിടെ അത് ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്യണോ, ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ എവിടെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഡാറ്റ കൊടുക്കുകയാണ്. ഇപ്പോൾ 2024 ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സമ്മറി ഷീറ്റിലേക്ക് കൊണ്ടുവരാം. ടോട്ടൽ എംപ്ലോയീസ് 2024 എത്ര ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 2024 അതുപോലെ 2025. അപ്പം നമുക്കതെങ്ങനെ 2024 എംപ്ലോയി ലിസ്റ്റിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് = 2024 എംപ്ലോയി ലിസ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ നമ്പർ ഓഫ് എംപ്ലോയീസ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 2024 വന്നു. അതുപോലെ നമ്മൾ 2025 ഇതുപോലെ സമം ഇവിടെ 2025 ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ 70 ആണ് വന്നത്. ഇനി നമ്മളിവിടെ ഒരു റോ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 69 വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡാറ്റ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനനുസരിച്ചിട്ട് ഈ ഒരു നമ്പർ ഓഫ് എംപ്ലോയീസിൽ ഇവിടെ സമ്മറി ഷീറ്റിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഹവേഴ്സ് വർക്ക്ഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം.
ടോട്ടൽ ഹവേഴ്സ് വർക്ക്ഡ് 2024, അതുപോലെ 2025 അവിടെ ഇസ് ഈക്വൽ ടു ഇവിടെ 2024 ഇവിടെ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അതുപോലെ 2025 അവിടെ ഇസ് ഈക്വൽ ടു അടിക്കുക, 2025 സെലക്ട് ചെയ്യുക, ടോട്ടൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പത്തിൽ ഡാറ്റ പുൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്തുമ്പം ഇപ്പോൾ ഇവിടെ 150 ആക്കി, അതിനനുസരിച്ച് ഇവിടെ മാറ്റം വന്നു, സമ്മറി ഷീറ്റിലും മാറ്റം വന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഡാറ്റ പുൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സൽ ഫോർ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള അടുത്ത പാർട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ കൂടുതൽ പുതിയ പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്.